നിത്യജീവനായ യേശുനാഥനിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യഹൂദർ കർത്താവിനെ സംശയിച്ചുകൊണ്ടും വിശ്വാസമില്ലാതെയും ചോദിക്കുന്നു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായും ഞങ്ങളോട് പറയുക. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. 3 ഭാഗങ്ങളായി നമുക്ക് ഈ ധ്യാനത്തെ ക്രമപ്പെടുത്താം. 1, പ്രതിഷ്ഠയുടെ തിരുനാൾ ദിനം. കൂടാരത്തിരുന്നാൾ കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം 8 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുനാളാണിത്. ജെറുസലേം ദേവാലയം അശുദ്ധമാക്കിയ അന്തിയോക്കസ് എപ്പിഫാനോസ് 4-ാമൻ രാജാവിനെ പരാജയപ്പെടുത്തിയ മക്കബായർ 164 ദേവാലയം പുനഃപ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാൾ. ഇവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരു ആലയ സാന്നിധ്യമാണ്. അതിനാൽ തന്നെ ക്രിസ്തുവിനെതിരെയുള്ള ഏതൊരു ബോധ്യവും ദൈവ സാന്നിധ്യത്തിനെതിരെയുള്ള ബോധ്യങ്ങളായി കണക്കാക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് യഹൂദരുടെ ഈ ചോദ്യം പ്രസക്തമാകുന്നത്. നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായും ഞങ്ങളോട് പറയുക. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ക്രിസ്തു എന്നോട് പറയുന്നത് കേൾക്കുവാനും കേട്ടവ ധ്യാനിക്കുവാനും സാധിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ നിലനിൽക്കുന്നവരാകും. ക്രിസ്തുവാകുന്ന ദേവാലയം നിന്നിൽ ഓരോ നിമിഷവും പുനർനിർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ഒരു പുനഃപ്രതിഷ്ഠ നമ്മിൽ സംഭവിക്കേണ്ടതുണ്ട്. 2, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന വചനത്തിൻ്റെ പൊരുൾ. 8 വചനങ്ങളിലൂടെ നമുക്കതിനെ ബോധ്യപ്പെടാം. 1, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യവും 6:38. 2, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 3:15. ഞാൻ ദൈവത്തിൻ്റെ അതുല്യ പുത്രനാണ്. യോഹന്നാൻ 5:19 മുതലുള്ള വാക്യം. എല്ലാ മനുഷ്യരെയും ഞാൻ വിധിക്കും. യോഹന്നാൻ 5:19 മുതൽ. 5, എല്ലാവരും പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ എന്നെയും ബഹുമാനിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം അതേ അധ്യായം തന്നെ. 6, ഞാൻ പിതാവായ ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 7-ാം അധ്യായം 28-29. 7, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. യോഹന്നാൻ 8-ാം അധ്യായം 58-ാം വാക്യം. 8, ഞാനാണ് വാതിൽ. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുക സാധ്യമല്ല. യോഹന്നാൻ 10-ാം അധ്യായം 9-ാം വാക്യം. 3-ാം ഭാഗം, നിങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങൾ എൻ്റെ ആടുകളല്ല. 3 കാര്യങ്ങളാണ്. കാരണം അവർ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നില്ല. 2, ദൈവത്താൽ വിളിക്കപ്പെടുവാൻ അനുവദിക്കുന്നില്ല. 3, മുൻവിധിയോടെ അവർ ക്രിസ്തുവിനെ സമീപിക്കുന്നു. എന്നാൽ എന്നെ ശ്രവിക്കുന്നവർക്ക് നിത്യജീവൻ ഞാൻ നൽകുന്നു. അവ ഒരിക്കലും നശിക്കുന്നില്ല. ഓരോ തവണയും നാം ക്രിസ്തുവിനെ ശ്രവിക്കുമ്പോൾ നിത്യ ജീവിതത്തിലേക്ക് നാം വളരുകയാണ്, ചേർന്നിരിക്കുകയാണ്. കർത്താവ് നിത്യജീവൻ പ്രദാനം ചെയ്യുകയാണ്. 3 സത്യങ്ങളാണ്. പിതാവ് അവരെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. 2, അതുകൊണ്ട് ആരും അവരെ എന്നിൽ നിന്ന് എടുക്കുകയില്ല. 3, ഞാനും പിതാവും ഒന്നാണ്, അവരും ഞങ്ങളിൽ ഒന്നാകുമെന്ന ഏറ്റവും വലിയ സത്യമാണ് നിത്യജീവൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോട്, ത്രിത്വൈക ദൈവത്തോട് ചേർന്നിരുന്ന് നിത്യജീവൻ്റെ മക്കളായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.